നമസ്തേ. നാരായണത്തെ ശ്രീ വിഷ്ണുമായ ഉപാസനാമഠത്തിൻ്റെ അരുൾ ജ്യോതി എന്ന പ്രോഗ്രാമിൻ്റെ ഈ ആഴ്ചത്തെ വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം മേടക്കൂറ്. അശ്വതി നക്ഷത്രവും ഭരണി നക്ഷത്രവും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ മേടക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും മാതൃസംബന്ധമായിട്ടുള്ള ദുരിതാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. പൊതുവെ വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളോ വാഹനത്തിനു വേണ്ടിയുള്ള ധനം ചെലവാക്കുന്നതിനോ ഒക്കെ സാധ്യത ഈ വാരത്തിൽ കാണുന്നുണ്ട്. കൂടാതെ ദീർഘദൂര യാത്രകളോ ദൂരദേശ യാത്രയോ ഒക്കെ അനുകൂലമായി വരുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ്. ദോഷശാന്തിക്കായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഗുണകരമായിരിക്കും. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴികയും രോഹിണി നക്ഷത്രവും മകേര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായിട്ടുള്ള ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ സഹോദരങ്ങളിൽ നിന്നുള്ള ആനുകൂല്യമൊക്കെ ലഭ്യമാകുന്നതിനും ഗൃഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനുള്ള സാധ്യതയും കാണും. ധനച്ചെലവിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനുള്ള സാധ്യത മൂലം പല വിധത്തിലുള്ള ശത്രുതകളിലും കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകാവുന്നതാണ്. പല കാര്യങ്ങളിലും ദുർവാശി ഉണ്ടാകുന്നതിനും ശാഠ്യബുദ്ധിയോടുകൂടി പല കാര്യങ്ങളെയും സമീപിക്കുന്നതും മൂലം ഗൃഹത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നു. ദോഷശാന്തിക്കായി ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. കണ്ടകശനി കാലമായതിനാൽ തന്നെ ശാസ്താവിന് നീരാഞ്ജനം കഴിപ്പിക്കുന്നതും എള്ളി നിവേദ്യം നടത്തുന്നതുമൊക്കെ നന്നായിരിക്കും. അടുത്തത് മിഥുനക്കൂർ. മകീര നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിര നക്ഷത്രവും ഉണർന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ മിഥുനം രാശിക്കാർക്ക് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കാര്യങ്ങളൊക്കെ സുഗമമായ രീതിയിൽ നടന്നു പോകുന്നതിനുള്ള സാധ്യത കാണും. ധനത്തിന് അല്പം ചെലവ് വരുന്നതിനോ ദൂരദേശ യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ നാട് വിട്ട് നിൽക്കുന്നതിനുള്ള അവസരമൊക്കെ വന്നു ചേരുന്നതിന് സാധ്യത കാണുന്നു. തൊഴിൽപരമായ ആനുകൂല്യങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ദോഷശാന്തിക്കായി മഹാവിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്ന മഹാവിഷ്ണുവിന് തുളസിമാല, പാൽപായസം, നെയ്വിളക്ക് എന്നീ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പുണർന്ന നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴികയും പൂയ നക്ഷത്രവും ആയില്യ നക്ഷത്രവും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സംബന്ധമായിട്ടുള്ള കുറച്ച് അനുകൂലതയൊക്കെ വന്നു ചേരുന്നതിനോ തൊഴിൽ ലഭ്യമാകുന്നതിനുള്ള സാധ്യത കാണും. തൊഴിൽപരമായ ഒരു നേട്ടത്തെ തന്നെ പറയാവുന്നതാണ്. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ലഭ്യമാകുന്ന ഒരു വാരമായിരിക്കും ഇത്. ചില കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കുക മൂലം സന്താനങ്ങളുമായി അകൽച്ചയോ കാര്യങ്ങളോ ഒക്കെ വന്നു ചേരുന്നതിനുള്ള സാധ്യത കാണും. പൊതുവെ തിരക്കുകളെല്ലാം ഒഴിവാക്കി കുടുംബത്തോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്യും. ഈ വാരത്തില് ദോഷശാന്തികരാർത്ഥം വഴിപാടുകൾ എന്ന് പറയുന്നത് അഷ്ടമശനി കാലമായതിനാൽ തന്നെ ഹനുമാൻ സ്വാമി പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാന് വെറ്റിലമാല, വടമാല എന്നിവ നടത്തി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെയധികം ഗുണത്തെ ചെയ്യുന്നതായിരിക്കും. മകനക്ഷത്രവും പൂരനക്ഷത്രവും ഉത്തരം നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രരാശിയായ
ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ മാനസിക ടെൻഷൻ അധികമാകുന്ന ഒരു വാരം തന്നെയാണിത്. സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിലെ പല തർക്കങ്ങളും പരിഹരിക്കാൻ വേണ്ടി പൊതുവായ ഇടപെടലുകളോ അല്ലെങ്കിൽ എന്താ പറയുക, പൊതുവായ പൊതുജന സേവകരുടെയോ അല്ലെങ്കിൽ മധ്യസ്ഥരുടെയോ ഒക്കെ ആവശ്യമായി വരുന്ന ഒരവസ്ഥയൊക്കെ ഈ വാരത്തിൽ ഉണ്ടാകാവുന്നതാണ്. പലവിധമായിട്ടുള്ള കാര്യങ്ങൾ മുഖേന മാനസികമായ സമ്മർദ്ദം അധികമാകുന്നതിനുള്ള സാധ്യത ഈ വാരത്തിൽ കാണുന്നു. പൊതുവെ വാരാന്ത്യം ഗുണകരമായിരിക്കും. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാകുന്നതിനുള്ള സാധ്യതയും വാഹനം മാറ്റി പുതിയത് വാങ്ങുന്നതിനുള്ള ആലോചനയൊക്കെ ഉണ്ടായിരുന്നത് സാധ്യമാകുകയൊക്കെ ചെയ്യുന്ന കാലമാണിത് എന്ന് തന്നെ പറയാവുന്നതാണ്. പൊതുവെ ദോഷശാന്തികരാർത്ഥം സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ടുള്ള വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സുബ്രഹ്മണ്യന്റെ നെയ്വിളക്ക്, പാൽപായസം വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുന്നതും ഭസ്മാർച്ചന നടത്തുന്നതും ഒക്കെ നന്നായിരിക്കും. അടുത്തത് കന്നിക്കൂർ. ഉത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴികയും അത്ത നക്ഷത്രവും ചിത്ര നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രരാശിയായ കന്നിരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ തന്നെ പറയാവുന്നതാണ്. അല്പം യാത്ര ആവശ്യമായി വരുന്നതിനുള്ള സാധ്യത കാണും. യാത്രാമധ്യേ സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുന്നതിനുള്ള ആലോചന വരികയും അതിന് ഗൃഹത്തിൽ നിന്ന് തന്നെ സപ്പോർട്ടൊക്കെ ഉണ്ടാവുന്നതിനുള്ള സാധ്യതയും ഈ വാരത്തിൽ എടുത്ത് പറയാവുന്നതാണ്. ദോഷശാന്തിക്കായി അല്ലെങ്കിൽ ആനുകൂല്യത്തിനായിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഗണപതി ഹോമം നടത്തുന്നതും അതുപോലെ തന്നെ ദീപാരാധന, ദേവീ ക്ഷേത്രങ്ങളിലെ ദീപാരാധന അടുപ്പിച്ച് 7 ദിവസം തൊഴുത് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണകരമായിരിക്കും. അടുത്തത് തുലാക്കൂർ. ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖ നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്രരാശിയായ തുലാം രാശിക്കാർക്ക് പൊതുവെ ഈ വാരം ഗുണകരമായിരിക്കും. സഞ്ചാരം ആവശ്യമായി വരാം. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതിനുള്ള സാധ്യത, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. വാരാന്ത്യത്തോടുകൂടി ശാരീരിക അസ്വസ്ഥതകളൊക്കെ കുറഞ്ഞു കിട്ടുന്നതിനുള്ള സാധ്യതയും ശാരീരികമായിട്ടുള്ള ദുരിതങ്ങൾക്ക് അറുതി വരുന്നതിനുള്ള കാലവുമായതിനാൽ ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തുക. കണ്ടകശനിയുടെ ശനിയൊന്നുമില്ല എങ്കിൽ കൂടി ശനി നിൽക്കുന്ന ഭാവത്തിന്റെ ചില വിഷയങ്ങൾ കൊണ്ട് തുലാക്കൂറുകാർക്ക് ശനീശ്വര പ്രീതികരാർത്ഥം ഈ മാസം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. വിശാഖ നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴികയും അനിഴ നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും ചേരുന്ന 2.25 നക്ഷത്രരാശിയായ വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തില് പൊതുവെ ഗുണാനുഭവങ്ങൾ ലഭ്യമാകുന്ന വാരമെന്ന് തന്നെ പറയാവുന്നതാണ്. കണ്ടകശനി കാലമായതിനാല് ചെയ്യുന്ന പ്രവൃത്തികള് വാക്കുറപ്പിച്ച പല കാര്യങ്ങള് ഒക്കെ മാറിപ്പോകുന്നതിനുള്ള സാധ്യതയും, എന്നാൽ സാമ്പത്തികപരമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത വാരമെന്ന് തന്നെ പറയാവുന്നതാണ്. ഏത് കാര്യങ്ങളും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിക്കുകയും ചിന്തയോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുക മാത്രം മതി. കണ്ടകശനി കാലമായതിനാൽ തന്നെ ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുക. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ അലട്ടുന്നതിനുള്ള സാധ്യതയുള്ളതിനാൽ ഈ വാരത്തിൽ പ്രത്യേകം ശാരീരികമായ കാര്യങ്ങളിൽ അസുഖാരിഷ്ടകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അസുഖാരിഷ്ടകൾക്ക് മരുന്നൊക്കെ കൃത്യസമയത്ത് തന്നെ വാങ്ങാൻ ഉള്ള ആ ത്വര കാണിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വിഷയങ്ങളൊന്നും പറയാനായിട്ട് ഈ വാരത്തിൽ അധികമായില്ല. എങ്കിലും ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കം തരുന്ന ഒരു വാരമെന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ വഴിപാട് ശനീശ്വര പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ശാസ്താവിന് എള്ളുകിഴി നീരാഞ്ജനം വഴിപാടായി നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി 7 പ്രദക്ഷിണം വെച്ച് നമസ്കരിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. മൂലനക്ഷത്രവും പുരാട നക്ഷത്രവും
ഉത്രാട നക്ഷത്രത്തിന്റെ ആദ്യത്തെ 15 നാഴികയും ചേരുന്ന 2.25 നക്ഷത്ര രാശിയായ ധനുരാശിക്കാർക്ക് ഈ വാരം പൊതുവെ അനുകൂലമായി കാണുന്നില്ല. കുറച്ച് സാമ്പത്തിക നഷ്ടം വരുന്നതിനുള്ള സാധ്യത കാണുന്നു. പണം കടം വാങ്ങിയവർ തിരിച്ചു തരാത്തത് മൂലം ഉണ്ടാകുന്ന കലഹങ്ങളൊക്കെ ഗൃഹത്തിൽ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതകൾ വരുത്തുന്നതിന് വേണ്ടി ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കാത്തത് വഴി വന്ന സാമ്പത്തിക നഷ്ടം, അതൊക്കെ നിക്ഷേപമാകാം, മറ്റു കാര്യങ്ങളാകാം, അതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം എന്നിവയൊക്കെ കൊണ്ട് വീട്ടിൽ കലഹത്തിനുള്ള സാധ്യത കൂടുതലായി കാണുന്നു. പൊതുവെ തന്നെ ദാമ്പത്യപരമായി അത്ര അനുകൂലതയല്ലാത്ത ഒരു വാരമെന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. പൊതുവെ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ചിന്തിച്ചിട്ട് മാത്രം, ആലോചിച്ച് മാത്രം ചെയ്യാൻ ശ്രമിക്കുക പറ്റുന്ന വാരം. അപ്പോൾ ദോഷശാന്തികരാർത്ഥം, വിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്ന വെങ്കടേശ്വര സ്വാമിയെ ഭജിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. അടുത്തത് മകരക്കൂർ. ഉത്രാട നക്ഷത്രത്തിന്റെ അവസാനത്തെ 45 നാഴികയും തിരുവോണ നക്ഷത്രവും അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ 30 നാഴികയും ചേരുന്ന 2.25 നക്ഷത്ര രാശിയായ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഈ വാരത്തിൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു വാരമെന്ന് തന്നെ പറയാം. കാൽമുട്ടുകൾക്ക് അസ്വസ്ഥതയും വിഷയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതിന് ഒരൽപ്പം ശമനം കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നു. പ്രതീക്ഷിച്ചിരുന്നതായിട്ടുള്ള പല ധനസഹായങ്ങളും ലഭ്യമാകുന്നതിനുള്ള സാധ്യത ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ്. അത് ഏതായും ലോണായും അല്ലെങ്കിൽ മറ്റേ കടം ചോദിച്ചതായിട്ടുള്ള സാമ്പത്തികമാണെങ്കിലും ലഭ്യമാകുന്നതിനുള്ള സാധ്യത, അതുവഴി മനസ്സന്തോഷമൊക്കെ വന്നു ചേരാനുള്ള അവസരവും, ഗൃഹത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിൽ നടക്കുന്ന മംഗളകർമ്മങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നതിനുള്ള സാധ്യതയും ഒക്കെ ഈ വാരത്തിൽ കാണും. ദോഷശാന്തിക്കായി ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, ഗുരുതി പുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥിക്കുന്നതും, ദേവിക്ക് കടുംബായുസ് നിവേദിച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണകരമായിരിക്കും. അവിട്ട നക്ഷത്രത്തിന്റെ അവസാനത്തെ 30 നാഴികയും ചതയ നക്ഷത്രവും പുരോട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ 45 നാഴികയും ചേരുന്ന 2.25 നക്ഷത്ര രാശിയാണ് കുംഭം രാശി. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഗുണകരമായിട്ടുള്ള ഒരു വാരമെന്ന് തന്നെ പറയാം. വാഹനത്തിനായി ധനം മാറ്റിവെച്ചിരുന്നത് കൊണ്ട് പുതിയ വാഹനം വാങ്ങുന്നതിനായുള്ള സാധ്യത ഈ വാരത്തിൽ എടുത്തു പറയാവുന്നതാണ്. പിന്നെ പൊതുവെ മനസന്തോഷത്തിന് ഉതകുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വാരത്തിൽ നടക്കാവുന്നതാണ്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനും, അതുപോലെ തന്നെ ബന്ധുജനങ്ങളുമായുള്ള വിരോധങ്ങളൊക്കെ അവസാനിച്ച് അവരുമായി കൂടി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിനോ ഒരുമിച്ച് യാത്രകൾ ചെയ്യുന്നതിനോ ഒക്കെ ഉള്ള സാധ്യത വന്നു ചേരാവുന്നതാണ്. പൊതുവെ സഹോദരങ്ങളുമായൊക്കെ രമ്യതയിൽ എത്തിച്ചേരുന്നതിനുള്ള സാധ്യത കാണും. പൊതുവെ ഗുണകരമായിട്ടുള്ളൊരു വാരമെന്ന് തന്നെ ഇവർക്ക് പറയാവുന്നതാണ്. ദോഷശാന്തികരാർത്ഥം വഴിപാടുകൾ നടത്തേണ്ട ഒരു കാര്യമില്ല. എന്നിരുന്നാൽ പോലും ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്ന വിഘ്ന നിവാരണത്തിനായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്നായിരിക്കും. പുരോട്ടാതി നക്ഷത്രത്തിന്റെ അവസാനത്തെ 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന 2.25 നക്ഷത്ര രാശിയാണ് മീനം രാശി. ഇപ്പൊ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ പറഞ്ഞാൽ പൊതുവെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു മാനസിക വ്യതയ്ക്കൊക്കെ വിരാമമുണ്ടാകുന്നതിനുള്ള ഒരു കാലമെന്ന് പറയാം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു അടുക്കും ചിട്ടയും ഒക്കെ വരുത്തിയെടുക്കുന്നതിനും ജീവിതത്തിന് പുതിയ അർത്ഥമുണ്ടായി എന്നുള്ളൊരു തോന്നൽ വന്ന് ചേരുന്നതിനുള്ള സാധ്യതയും കാണും. എല്ലാ കാര്യങ്ങളും പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഫലത്തിലാവുന്നതോടുകൂടി അതുവഴിയുള്ളൊരു മനസ്സന്തോഷവുമൊക്കെ ഇവർക്ക് ലഭ്യമാണ്. പൊതുവെ ഇവരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള
ധനാഗമന മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരുന്നതിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ധനം ചിലവഴിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ വേണ്ടതാണ്. മൂന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നാണ്. അപ്പം 3-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുകയും ധനം കടം കൊടുക്കുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് ഓർത്തിരിക്കുക. പൊതുവേ ഈ വാരം ഗുണകരമെന്ന് തന്നെ പറയാവുന്നതാണ്. വാരാന്ത്യത്തോടു കൂടി ചില വാഹന സംബന്ധമായിട്ടുള്ള ദുരിതങ്ങളൊക്കെ വരുന്നതിനുള്ള സാധ്യത കാണുന്നു. വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. എന്നിരുന്നാലും ദോഷശാന്തികരാർത്ഥം മഹാവിഷ്ണു പ്രീതികരാർത്ഥം വഴിപാടുകൾ നടത്തി നെയ്വിളക്ക്, പാൽപ്പായസം, തുളസിമാല എന്നിവകൾ മഹാവിഷ്ണുവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വെങ്കടേശ്വര അഷ്ടോത്തര ശതനാമാവലി പ്രാർത്ഥിക്കുന്നതും വളരെയധികം നന്നായിരിക്കും. നാരായണത്തുപാസനാമഠത്തിൻ്റെ അരുൾ ജ്യോതി എന്ന വാര നക്ഷത്രഫലത്തിൻ്റെ ഈ വാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാരത്തിൽ പൂർണ്ണമായ നക്ഷത്രഫലത്തോടു കൂടി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.